Suppose you are adding questions to a question paper, then you find a mistake in the question. Then what can you do? അതാണ് നമ്മളിനി പറയുന്നത്. കാരണം അപ്രൂവർ ക്വസ്റ്റ്യൻ ആഡ് ചെയ്തു, ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഓൾറെഡി അപ്രൂവ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനകത്ത് അതിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പം നമുക്കത് ഈവൻ പ്രൂഫ് റീഡറിനാണെങ്കിലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഫൈൻഡ് ചെയ്യാം. അപ്പം എന്ത് ചെയ്യണോ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ എടുത്തു. ക്വസ്റ്റ്യൻ നമ്മൾ ഇത് വായിച്ച് നോക്കിയപ്പോൾ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ദെൻ ക്ലിക്ക് ഓൺ വ്യൂവിൻ്റെ ഈ വിൻഡോയിൽ താഴേക്ക് ഇങ്ങ് വരുമ്പോൾ ഇവിടെ ഒരു റിവോക്ക് അപ്രൂവൽ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടണുണ്ട്. ഈ റിവോക്ക് അപ്രൂവലിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി അപ്രൂവ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പെൻഡിങ് സ്റ്റേറ്റിലേക്ക് മാറും. യു ക്യാൻ റിവോക്ക് എ ക്വസ്റ്റ്യൻ വിത്ത് എ പ്രോപ്പർ കമൻറ്റ്. അപ്പം ഇവിടെ നമുക്ക് ഓൾറെഡി കുറച്ച് കമൻറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഏതെങ്കിലും കമൻറ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഈ പോസ്റ്റ് കമൻറ്റ് കൊടുത്തിട്ട് ഈ റിവോക്ക് അപ്രൂവൽ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ പെൻഡിങ് സ്റ്റേറ്റിലേക്ക് മാറും. ദെൻ അഗെയിൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ജനറേറ്റർ ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്തു. പ്രൂഫ് റീഡർ അത് വായിച്ചപ്പോഴാണ് ആ മിസ്റ്റേക്ക് കണ്ടത്. അപ്പോൾ പ്രൂഫ് റീഡർ അല്ലെങ്കിൽ ഏതെങ്കിലും അപ്രൂവർ ഒരു ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്തപ്പോൾ ഒരു പ്രോബ്ലം കണ്ടു, അത് റിവോക്ക് ചെയ്തു. പക്ഷേ ആ ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? അതായത് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആഡ് ചെയ്തത് റിവോക്ക് സ്റ്റേറ്റിലേക്ക് പോയി. അപ്പം ജസ്റ്റ് പ്രിൻ്റ് എടുക്കുന്നതിന് മുമ്പ് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഓപ്പൺ ചെയ്തിട്ട് ഉണ്ടോ ചെക്ക് സിമിലർ ആൻഡ് പെൻഡിങ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം പെൻഡിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും സിമിലർ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ലിസ്റ്റ് ഇവിടെ കിട്ടും. എത്ര എണ്ണം ആഡ് ചെയ്തിട്ടുണ്ടെന്ന്. സിമിലർ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത്, സിമിലർ ക്വസ്റ്റ്യൻസ് ടാഗ് ചെയ്യാൻ പറ്റും, അതെങ്ങനെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. താങ്ക് യു.